അപ്പോ ടെക് പി എസ് സിയുടെ ഫ്രീ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ ഡിസംബർ 9 കേരള പി എസ് സിയുടെ ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന് 40 സംതിങ് തസ്തികയിലേക്ക് വിജ്ഞാപനം ഉടനെ തന്നെ പുറപ്പെടുവിക്കും എന്നുള്ളതായിരുന്നു ആ നോട്ടിഫിക്കേഷൻ. ഇതിൽ രണ്ടാമത് ഉണ്ടായിരുന്നത് നമ്മുടെ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിലെ കൃഷി ഓഫീസറിലേക്കുള്ള ഒഴിവുകളിലേക്കുള്ള അപേക്ഷകൾ ഉടനെ സ്വീകരിച്ചു തുടങ്ങും എന്നുള്ളതായിരുന്നു ആ നോട്ടിഫിക്കേഷൻ. അപ്പൊ അഗ്രികൾച്ചർ ഓഫീസറുടെ ആ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ വെബിനാർ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറയുന്ന ഒരു വെബിനാറാണ് നമ്മൾ ഇന്നിവിടെ കണ്ടക്ട് ചെയ്യുന്നത്. ഇപ്പോ എന്താണ് BSc അല്ലെങ്കിൽ BSc ഹോർട്ടിക്കൾച്ചർ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കോഴ്സ് പഠിച്ചിറങ്ങിയ എല്ലാവരുടെയും ഒരു ഡ്രീം ജോബ് തന്നെയാണ് നമ്മുടെ ഈ അഗ്രികൾച്ചർ ഓഫീസർ എന്ന് പറയുന്നത്. അപ്പം അതിലേക്ക് ഇപ്പൊ നിലവിലൊരു എക്സിസ്റ്റിംഗ് ലിസ്റ്റ് നിൽക്കുക തന്നെ പുതിയൊരു ലിസ്റ്റിലേക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു എന്നുള്ളത് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് കുറെ പേർക്ക് ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടാകാം, ഒത്തിരി സംശയങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിനെയൊക്കെ ഒന്ന് ദൂരീകരിക്കാൻ, ആ സംശയങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. നമുക്ക് വെബിനാറിലോട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ പോസ്റ്റിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ്, അവിടെ പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് എന്തൊക്കെയായിരുന്നു, ഇത് മുന്നേ ഉണ്ടായിരുന്ന മുന്നേ നടത്തിയ എക്സാമിന്റെ ലിസ്റ്റിലുള്ള അതിന്റെ അഡ്വൈസ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ നമ്മളൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആ പോസ്റ്റിലെ ആ ഒരു ഓഫീസറുടെ ജോബിന്റെ റോൾ എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെ പ്രൊമോഷൻസ് ആയിരിക്കും ഈ പോസ്റ്റിൽ വരിക, അതുപോലെ എങ്ങനെ പഠിക്കണം, എന്തൊക്കെയാണ് ഇതിന്റെ സിലബസ് എന്നുള്ളതാണല്ലോ നമ്മളൊരു എക്സാമിന്റെ പോകുന്നതിന് മുമ്പ് അതിന്റെ സിലബസ് ആണ് നമ്മൾ ഫുൾ കവർ ചെയ്യേണ്ടത്. അപ്പൊ സിലബസ് എന്താണെന്ന് നമ്മൾ നോക്കാം, എന്തൊക്കെ റെഫർ ചെയ്യണം, പിന്നെ നമ്മൾ ടെക് പി എസ് സിയുടെ ഫാക്കൽറ്റിയുടെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എങ്ങനെ നമ്മളിത് പഠിക്കാം എന്നുള്ളതിന്റെ ഒരു ടോപ്പോ സ്ട്രാറ്റജിയും ഒരു ആക്ഷൻ പ്ലാനും നമ്മളിവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വെബിനാറിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഈ അഗ്രികൾച്ചർ ഓഫീസറുടെ വേക്കൻസി വിളിച്ചിരിക്കുന്നത്, പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ആ ഡിപ്പാർട്ട്മെന്റിലേക്കാണ്. അതായത് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ഇപ്പോ കൃഷി ഓഫീസറുടെ പോസ്റ്റിന് അപേക്ഷകൾ ക്ഷണിക്കാൻ പോകുന്നത്. അപ്പൊ പോസ്റ്റിന്റെ പേര് അഗ്രികൾച്ചർ ഓഫീസർ ആണ്. സ്കെയിൽ ഓഫ് പേ ഇപ്പോ അത് കൂട്ടിയിട്ടുണ്ട്, അത് തന്നെയാണ് 55,200 മുതൽ 1,15,300 ഇത്രയുമാണ് സ്കെയിൽ ഓഫ് പേ പറയുന്നത്. ഇനി എല്ലാവരുടെയും സംശയമായിരിക്കും, ഇപ്പോൾ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് നിന്ന് കുറെ പേരെ എടുത്തിട്ടുണ്ട്, അപ്പോ വേക്കൻസീസ് എത്രയായിരിക്കും വരുന്നതെന്നുള്ളത് വലിയൊരു സംശയമാണ് നമുക്ക് എല്ലാവർക്കും. ഒത്തിരി വേക്കൻസീസ് ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ. തീർച്ചയായും ഇപ്പോ എടുത്തിരിക്കുന്ന ലിസ്റ്റില് ഇപ്പോ നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഇപ്പൊ കയറിയിരിക്കുന്ന കുട്ടികളെല്ലാരും അവരുടെയൊക്കെ ഏജ് നമ്മൾ നോക്കുമ്പോൾ തന്നെ കുറവായിരിക്കും അല്ലെ. അപ്പൊ ഒരു 30-35 ആ ഒരു റേഞ്ചിലുള്ള കുട്ടികളായിരിക്കും ഇപ്പൊ കയറിയിരിക്കുന്ന എല്ലാവരും. അപ്പോ അവര് റിട്ടയർ ആയിട്ട് അങ്ങനെ ഒരു വേക്കൻസി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അത്രയില്ല, അങ്ങനെ ഒരു വേക്കൻസി ഉണ്ടാവില്ല. പിന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് പ്രൊമോഷൻ വേക്കൻസീസ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ഫ്രഷ് ആയിട്ടുള്ള വേക്കൻസീസും കുറച്ച് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മളൊരു ആന്റിസിപ്പേറ്റഡ് വേക്കൻസി പ്രതീക്ഷിക്കുവാണെങ്കിൽ, ഞാൻ പറയുവാണെങ്കിൽ ഒരു 100 വരെയൊക്കെ വേക്കൻസി നമുക്ക് പ്രതീക്ഷിക്കാമായിരിക്കും. പക്ഷേ സ്ട്രാറ്റജിക്കായിട്ട് നല്ല രീതിയിൽ പഠിച്ച് നമ്മൾ എക്സാം എഴുതുവാണെങ്കിൽ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സോ ആരും വേക്കൻസി കുറവായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, സോ ഡയറക്റ്റ് അപ്പോയിന്റ്മെന്റ് ആണ്. ഇതിന്റെ ഏജ് ലിമിറ്റ് പറയുന്നത് 18 to 37 ഇയേഴ്സ് ആണ്. അതിൽ തന്നെ കാറ്റഗറി വൈസ് PSC അനുവദിക്കുന്ന തരത്തിലുള്ള
ഏജ് റിലാക്സേഷൻസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ഇനി ക്വാളിഫിക്കേഷൻ, അഗ്രികൾച്ചർ ഓഫീസറുടെ ക്വാളിഫിക്കേഷൻ ബേസിക് ആയിട്ട് വേണ്ടത് നമ്മുടെ BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ BSc ഹോർട്ടിക്കൾച്ചർ ആണ്. കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയില് BSc അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ, അല്ലെങ്കിൽ പുറത്തുനിന്നാണ് പഠിച്ചതെങ്കിൽ അതിന്റെ ഒരു ഇക്വാലൻസി സർട്ടിഫിക്കറ്റ് നമുക്ക് ആവശ്യമായി വരും ഇതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ക്ലിയർ. ഇനി ഇത് നോട്ടിഫിക്കേഷൻ ഡേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 30/12, അതായത് ഡിസംബർ അവസാനത്തോടു കൂടി നമ്മൾ ഇതിന്റെ നോട്ടിഫിക്കേഷൻ ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ജാനുവരി ഫസ്റ്റ് വീക്കോടുകൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. എന്താണ് അപേക്ഷ നൽകേണ്ട ലാസ്റ്റ് ഡേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 30 ഡേയ്സോളം PSC കൊടുക്കാറുണ്ട് സമയം. അപ്പോൾ ഒരു 29/1/2025 വരേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇനി നമ്മൾ ഇപ്പോ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ അതിലൊരു എക്സിസ്റ്റിംഗ് ലിസ്റ്റ് ഉള്ള സ്ഥിതിക്ക് ആ ഒരു എക്സാമിന്റെ ഡീറ്റെയിൽസും കൂടെ, ആ ഒരു ലിസ്റ്റിന്റെ ഡീറ്റെയിൽസും കൂടെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. പ്രീവിയസ് അഡ്വൈസ് ഡീറ്റെയിൽസ് കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. അപ്പൊ കഴിഞ്ഞ അഗ്രികൾച്ചർ ഓഫീസറുടെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 475/2020 ആയിരുന്നു. അതായത് 2020 അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പോ ഈ 2020 നോട്ടിഫിക്കേഷൻ വന്നതെങ്കിലും അതിന്റെ എക്സാം ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 26, 2022 അതിന്റെ എക്സാം നടന്നത്. കൊറോണ ഒക്കെ ഒരു ഫാക്ടർ ആയിരുന്നു എക്സാം ലേറ്റ് ആകാൻ. എന്നാലും 2020 വിളിച്ച നോട്ടിഫിക്കേഷന്റെ എക്സാം ഡേറ്റ് 2022 മാർച്ച് 26 എക്സാം നടന്നത്. ആ ഒരു എക്സാമില് നമുക്ക് ടോട്ടൽ ഉണ്ടായിരുന്ന ആപ്ലിക്കൻസ് എന്ന് പറയുന്നത് 3872 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇനി അതിന് കട്ട് ഓഫ് മാർക്ക് വളരെ ടഫ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ ഓഫീസർ എക്സാം ആയിരുന്നു. ആ ഒരു എക്സാം എന്ന് പറയുന്നത് ഇതുവരെ PSCയിൽ അഗ്രികൾച്ചർ ഓഫീസറുടെ എക്സാംസ് നടത്തിയതിൽ വെച്ച് ഏറ്റവും ടഫസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കട്ട് ഓഫ് കണ്ടാൽ തന്നെ മനസ്സിലാകുന്നതാണ്. സാധാരണ PSCയുടെ കട്ട് ഓഫ് ഒക്കെ മിക്ക ചില എക്സാംസിനൊക്കെ ഓൾമോസ്റ്റ് മിക്കതിനും ഒരു 50 above ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിന്റെ കട്ട് ഓഫ് 25.67 ആയിരുന്നു. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം നല്ല ടഫായിരുന്നു കഴിഞ്ഞ AOയുടെ എക്സാം. സോ PSCയുടെ എക്സാമിന്റെ ക്വാളിറ്റി ലെവല് കൂടി വരുവാണ്. അപ്പൊ നമ്മളത് എക്സ്പെക്ട് ചെയ്തുകൊണ്ട് വേണം നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനും. അത്രയും കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു പോകേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മൾ ഈ കഴിഞ്ഞ എക്സാം ടഫ് ആയതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്. ഇനി റാങ്ക് ലിസ്റ്റ് വന്ന ദിവസം വന്നത് 9/2/2023 റാങ്ക് ലിസ്റ്റ് വന്നത്. അതില് ഇന്ന് വരെ 432 എന്താണ് പേർക്ക് അഡ്വൈസ് പോയിട്ടുണ്ട്. ടോട്ടൽ അഡ്വൈസ് 432 വരെ പോയിട്ടുണ്ട്. മെയിൻ ലിസ്റ്റിൽ 932 പേരുണ്ടായിരുന്നു. അതിൽ 432 പേർക്ക് ടോട്ടൽ അഡ്വൈസ് ഇപ്പൊ പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കണം എന്താണ് നമ്മുടെ ടോട്ടൽ കൃഷിഭവൻ എടുത്താല് ഒരു ഓൾമോസ്റ്റ് ഒരു 1000-1100 അങ്ങനെ ഒരു മീൻസ് ടോട്ടൽ അഗ്രികൾച്ചർ ഓഫീസറുടെ ആവശ്യകത എന്ന് പറഞ്ഞ ഒരു 1100-1200 ആണ് ആവശ്യമുള്ളത്. അപ്പൊ അതിലൊരു 432 പേരെ തന്നെ നമ്മുടെ ഈ ലേറ്റസ്റ്റ് അഡ്വൈസിൽ നിന്ന് എടുത്തു. അതായത് ഒരു പകുതിയോളം തന്നെ ഇപ്പോ ഈ ഒരു ലിസ്റ്റ്, അതായത് ഇപ്പൊ ഫെബ്രുവരി 2025 വരെ നമ്മുടെ ഈ ലിസ്റ്റിന് കാലാവധി ഉണ്ട്. ഇപ്പൊ എക്സിസ്റ്റിംഗ് ലിസ്റ്റിന് കാലാവധി ഉണ്ട്. അപ്പൊ അതുവരെയുള്ള വേക്കൻസീസ് എല്ലാം ഈ ലിസ്റ്റിൽ നിന്ന് തന്നെയായിരിക്കും എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ വരുമ്പോ ഇനി ഒരു 100 പേരെ കൂടെയൊക്കെ എടുത്തു കഴിഞ്ഞാലും പിന്നെ വരുന്ന വേക്കൻസികൾ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 100-120 ഒക്കെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ദെൻ അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ ആപ്ലിക്കൻസ് 3872 ആയിരുന്നു. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ പാസ് ഔട്ട് ആവുന്ന കുട്ടികളെയും കൂടെ കണക്കിലെടുക്കുമ്പോൾ ഒരു 1000-ഓളം ആപ്ലിക്കൻസിന്റെ നമ്പർ കൂടാനാണ് ചാൻസ്. അപ്പൊ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു 3800 അല്ലേ, അപ്പൊ ഒരു 4000ഓളം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇപ്രാവശ്യം ഒരു 5000ഓളം ആപ്ലിക്കൻസ് നമ്മൾ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു നമ്മളൊരു അഗ്രികൾച്ചർ ഓഫീസറുടെ വേക്കൻസിയിലേക്കാണ് നമ്മൾ അപേക്ഷിക്കാൻ പോകുന്നത്. ആ ഒരു എക്സാമാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ജോബ് നമ്മൾ കിട്ടിയെന്ന് തന്നെ നമ്മൾ വിചാരിച്ചുകൊണ്ട് വേണം നമ്മൾ പഠിക്കാൻ, എക്സാംസിന് വേണ്ടിയിട്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ,
അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ ആ ഒരു ഓഫീസറിന്റെ ജോബ് റോൾ എന്താണെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇപ്പോ ബി എസ് സി പഠിക്കുന്ന, ബി എസ് സി അഗ്രികൾച്ചർ പഠിക്കുന്ന അല്ലെങ്കിൽ ഹോർട്ടിക്കൾച്ചർ പഠിക്കുന്ന എല്ലാവർക്കും അറിയാം, നമ്മൾ ഫാമേഴ്സിനെ സെർവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം, അല്ലെ? അപ്പൊ ഒരു കൃഷിഭവനാണ് അതിനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു എന്താണ് സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിൽ അവിടുത്തെ ഹെഡ് ഓഫീസറാണ് നമ്മുടെ ആര്, അഗ്രികൾച്ചർ ഓഫീസർ. അഗ്രികൾച്ചർ ഓഫീസറുടെ എന്താണ് മെയിൻ ഡ്യൂട്ടി, റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് ആ ഒരു കൃഷിഭവൻ എന്ന് പറയുന്ന ആ ഒരു ഓഫീസിന്റെ ഹെഡായിട്ട് ഇരുന്നു കൊണ്ട് പല മൾട്ടി ഫങ്ഷണൽ ഏരിയാസിൽ എന്താണ് നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറുടെ ജോലിക്ക് പങ്കുണ്ട്. അതായത് ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസറായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ ഓഫീസറിന് ആക്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്ററുമാണ്, അതുപോലെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ഓഫീസറുമാണ്. ഈ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ്, അതായത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ ഫാമേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒത്തിരി പ്രൊജക്ട്സ് ഉണ്ടാവാം, ഒത്തിരി പ്രൊജക്ട്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പ്രൊജക്ട്സിനെ നമ്മുടെ ഏത് കൃഷിഭവനിലാണോ ഈ കൃഷി ഓഫീസർ വർക്ക് ചെയ്യുന്നത് ആ പഞ്ചായത്തിലെ ഫാമേഴ്സിലോട്ട് ഈ പ്രൊജക്ട്സ് എല്ലാം ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓഫീസറാണ് എന്താണ് അഗ്രികൾച്ചർ കൃഷി ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു ഇംപ്ലിമെന്റിംഗ് ഓഫീസറാണ്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ഓഫീസിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അതുപോലെ തന്നെയാണ് ഒരു എക്സ്റ്റൻഷൻ ഓഫീസറാണ്. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഡിഫറെന്റ് എന്താണ് പുതിയ ടെക്നോളജീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കൃഷി റിലേറ്റഡ്, അഗ്രികൾച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ ഒത്തിരി ടെക്നോളജീസ് ഉണ്ടാകും. ആ ടെക്നോളജീസിനെ ഫാമേഴ്സിലേക്ക് എത്തിക്കുന്നത് കൃഷി ഓഫീസറുടെ ഡ്യൂട്ടിയാണ്. സോ കൃഷി ഓഫീസർ എന്ന് പറയുന്നത് ഒരു എക്സ്റ്റൻഷൻ ഓഫീസർ ആയിട്ട് ആക്ട് ചെയ്യേണ്ട ആളാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഒരു കൃഷി. അത് മാത്രമല്ലാതെ ഫെർട്ടിലൈസർ ഇൻസ്പെക്ഷൻ, ഫെർട്ടിലൈസർ ഡിപ്പോ ഇൻസ്പെക്ഷൻ, അങ്ങനെ ഒത്തിരി റോൾസ് എന്താണ് കൃഷിഭവനിലെ അഗ്രികൾച്ചർ ഓഫീസറിന് ഉണ്ട്. ഇനി അതുപോലെ തന്നെ എന്താണ് കൃഷിഭവനിൽ മാത്രമല്ല മറ്റ് എന്താണ് ഓഫീസേഴ്സ് ആയ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറി, അവിടെയും അഗ്രികൾച്ചർ ഓഫീസറിന് റോളുണ്ട്. അഗ്രികൾച്ചർ ഓഫീസർ വേക്കൻസീസ് ഉണ്ട്. അപ്പൊ അവിടെ കൃഷി ഓഫീസറുടെ റോൾ എന്താന്ന് വെച്ചാൽ സോയിൽ സാമ്പിൾസ് റിസീവ് ചെയ്യൽ, അതിന് എന്താണ് സോയിൽ ഹെൽത്ത് കാർഡ് അനലൈസ് ചെയ്യുക, സോയിൽ സാമ്പിൾസ് അനലൈസ് ചെയ്യുക, ഒരു സോയിൽ കെമിസ്റ്റിന്റെ ഗൈഡൻസിൽ സോയിൽ സാമ്പിൾസ് അനലൈസ് ചെയ്യുക, സോയിൽ ടെസ്റ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക, പിന്നെ രജിസ്റ്റേഴ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ തന്നെ ലബോറട്ടറീസ് ഒക്കെ നീറ്റ് ആയിട്ടൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക, ആ സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് ഒക്കെ കീപ്പ് ചെയ്യുക. ഇതൊക്കെ ഒരു സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറിയിലെ അഗ്രികൾച്ചർ ഓഫീസറിന്റെ ജോബ് ചാർട്ടാണ്. അതുപോലെ തന്നെയാണ് എന്താണ് ഫെർട്ടിലൈസർ അല്ലെങ്കിൽ പെസ്റ്റിസൈഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലും അഗ്രികൾച്ചർ ഓഫീസറിന്റെ റോൾ ഉണ്ട്. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ സാമ്പിൾ അനാലിസിസ് ചെയ്യുക, സ്റ്റോക്ക് രജിസ്റ്റേഴ്സ് കീപ്പ് ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ ജോബ്സ് ആണ് നമ്മുടെ സോയിൽ ടെസ്റ്റിംഗ് ലബോറട്ടറീസിൽ. അതുപോലെ തന്നെയാണ് സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറി. ഓക്കെ, സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറീസിൽ സീഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുക, എന്താണ് അതുപോലത്തെ എന്താണ് അനാലിസിസ് കാർഡ് പ്രിപ്പയർ ചെയ്യുക, റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഇതുപോലെ ഉത്തരവാദിത്തപ്പെട്ട ജോലികളാണ് സീഡ് ടെസ്റ്റിംഗ് ലബോറട്ടറിയിലും ഒരു അഗ്രികൾച്ചർ ഓഫീസർ ചെയ്യേണ്ടത്. ഇനി പറയുന്നത് നമ്മുടെ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിൽ, അതായത് സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലബോറട്ടറി, ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചറിന്റെ കീഴിലുള്ള സ്റ്റേറ്റ് ബയോ കൺട്രോൾ ലബോറട്ടറിയിലും അഗ്രികൾച്ചർ ഓഫീസേഴ്സിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അവിടെ അഗ്രികൾച്ചർ ഓഫീസറാണ് അതിന്റെ സ്റ്റോക്കും എന്താണ് സ്റ്റോറും ഒക്കെ മെയിൻലി എന്താണ് കീപ്പ് ചെയ്യേണ്ടത്. പിന്നെ അതുപോലെ തന്നെ സെയിൽസ് രജിസ്റ്റർ, പ്രൊഡക്ഷൻ രജിസ്റ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, ഒരു മന്ത്ലി പ്രോഗ്രസ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതെല്ലാം അഗ്രികൾച്ചർ ഓഫീസറാണ്. ഇനി മറ്റൊരു എന്താണ് മേഖലയാണ് നമ്മുടെ അഗ്രികൾച്ചർ ഫാമില് അഗ്രികൾച്ചർ ഓഫീസറുടെ ജോലി. അവിടെ ഒരു ഫാം സൂപ്രണ്ടിന്റെ കൺസൾട്ടേഷനിൽ, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ കൾട്ടിവേറ്റ് ഏരിയ എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു അഗ്രികൾച്ചർ ഓഫീസറാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഫാം റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ ഫാമേഴ്സിന് എന്താണ് വർക്ക് അലോട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു എന്താണ് ഒരു
അഗ്രികൾച്ചർ ഫാമിലെ അഗ്രികൾച്ചർ ഓഫീസറുടെ ജോബ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. അപ്പൊ ഞാൻ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് അവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് എന്ന്. ഇനി നമ്മൾ നോക്കേണ്ടത് നമ്മളൊരു അഗ്രികൾച്ചർ ഓഫീസർ ആയിട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ രീതിയിൽ പ്രൊമോഷൻസ് നമുക്ക് ഉണ്ട് എന്നുള്ളത് നോക്കാം. അപ്പം ബേസിക് ആയിട്ടുള്ള ഒരു പോസ്റ്റ് ആണ് അഗ്രികൾച്ചർ ഓഫീസർ. അവിടെ നിന്ന് നമുക്ക് പ്രൊമോഷൻ കിട്ടിയിട്ടാണ് ആരാകുന്നത് അസിസ്റ്റന്റ് ഡയറക്ടർ ADA അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ ആകുന്നത്. അതിന്റെ മേലിലുള്ള പോസ്റ്റ് ആണ് ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട്, ജോയിന്റ് ഡയറക്ടർ ആകാം, അഡീഷണൽ ഡയറക്ടർ ആകാം, ഡയറക്ടർ ആകാം. അങ്ങനത്തെ പ്രൊമോഷൻസ് നമുക്ക് ഈ ഒരു പോസ്റ്റിന് പോസിബിൾ ആണ്. ഇനി നമുക്ക് പ്രധാന പോർഷനിലോട്ട് കടക്കാം. അതായത് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് ആൻഡ് ഫാമേഴ്സ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിലെ അഗ്രികൾച്ചർ ഓഫീസറുടെ പോസ്റ്റിലേക്ക് നമ്മൾ ഏതൊക്കെ രീതിയിൽ പ്രിപ്പയർ ചെയ്യണം, എന്തൊക്കെയാണ് സിലബസ്, ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എങ്ങനെയാണ്, എങ്ങനെ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, സോ ഫസ്റ്റ് നമുക്ക് സിലബസിലോട്ട് കടക്കുമ്പോൾ അതിനെ ഒരു 5 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ പറയുന്നത് ക്രോപ്പ് പ്രൊഡക്ഷൻ, പിന്നെ സെക്കൻഡ് പാർട്ട് പറയുന്നത് ക്രോപ്പ് പ്രൊട്ടക്ഷൻ, തേർഡ് പാർട്ടില് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് ആണ്, ഫോർത്ത് പാർട്ടിൽ വരുന്നത് ഹോർട്ടിക്കൾച്ചർ ആൻഡ് ഫിഫ്ത് പാർട്ടിൽ വരുന്നത് എക്കണോമിക്സ് ആൻഡ് എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഇപ്പൊ കഴിഞ്ഞ കുറച്ച് അഗ്രികൾച്ചർ റിലേറ്റഡ് എക്സാംസിന്റെ സിലബസ് നോക്കിക്കഴിഞ്ഞാലും ഏതാണ്ട് ഇതുപോലൊരു രീതിയിലാണ് പോകുന്നത്. ഇപ്പൊ ക്രോപ്പ് പ്രൊഡക്ഷനിൽ വരുന്നത് അതിനു മുന്നേ തന്നെ നമ്മൾ പ്രധാനമായിട്ട് നമ്മുടെ അഗ്രികൾച്ചർ കോഴ്സിന്റെ ബൈബിൾ എന്നറിയപ്പെടുന്നത് പാക്കേജ് ഓഫ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻ, കേരളത്തിന്റെ ക്രോപ്സിന്റെ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്ന ഈ ഒരു ബുക്ക് എല്ലാവരും വാങ്ങുക. അപ്പൊ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോളോ ചെയ്യേണ്ട ഒരു ബുക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ പാക്കേജ് ഓഫ് പ്രാക്ടീസസ് റെക്കമെൻഡേഷൻസ് ഓഫ് ക്രോപ്സ് ബൈ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ഈ ഒരു പുസ്തകമാണ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത്. ഈ ഒരു പുസ്തകത്തിനകത്ത് വരുന്ന റെക്കമെൻഡേഷൻസും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ എക്സാമിന് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ, അതായത് കേരള PSCയുടെ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കുമ്പോൾ ഇതിൽ വരുന്ന ഡേറ്റയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് സിലബസിലോട്ട് കടക്കാം. ഓക്കെ, ഫസ്റ്റ് പാർട്ടിൽ വരുന്ന ക്രോപ്പ് പ്രൊഡക്ഷൻ, അതായത് അഗ്രോണമി. അതിൽ മൊഡ്യൂൾ 1 ആണ് അഗ്രോണമി. അഗ്രോണമി പറയുമ്പോൾ നമുക്ക് അഗ്രോണമി, അതിന്റെ സ്കോപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ക്രോപ്പ് ഡെൻസിറ്റി, ജോമെട്രി, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ അതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇതിൽ ഏതാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഒത്തിരി എന്താണ് എക്സാംസിനൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു പോർഷൻ ആണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ക്രോപ്സ്. അതിൽ അഗ്രോണമിക് ക്ലാസിഫിക്കേഷൻ, ബൊട്ടാനിക്കൽ, ഓണ്ടോജനിക് ക്ലാസിഫിക്കേഷൻ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നതാണ് ക്രോപ്പിന്റെ ന്യൂട്രീഷൻ എന്ന് പറയുന്നതിൽ എന്താണ് ക്രൈറ്റീരിയ ഓഫ് എസെൻഷ്യാലിറ്റി, അതായത് ന്യൂട്രീഷന്റെ ക്ലാസിഫിക്കേഷൻ, ന്യൂട്രിയൻസിന്റെ ക്ലാസിഫിക്കേഷൻ, മാനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഇതൊക്കെ ഈ ന്യൂട്രീഷൻ എന്ന് പറയുന്നത് സോയിലിലും വരുന്നുണ്ട്. ഇപ്പൊ ഇത് അഗ്രോണമി റിലേറ്റഡ് ആയിട്ടും നമ്മളിത് പറയുന്നുണ്ട്. ടോപ്പ് ന്യൂട്രീഷൻ, എസെൻഷ്യൽ ന്യൂട്രിയൻ, പിന്നെ മാനുവേഴ്സ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ്, ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ കാൽക്കുലേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് അപ്പൊ അതിന് നമ്മൾ റെക്കമെൻഡേഷൻ ഓരോ ക്രോപ്സിന്റേതും അറിയേണ്ടതുണ്ട്. അപ്പൊ അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് പഠിക്കാൻ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് നമ്മുടെ വീഡിന്റെ പോർഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതിന്റെ ക്ലാസിഫിക്കേഷൻ. പിന്നെ വീഡ്സ് പറയുമ്പോൾ തന്നെ പറയുന്നതാണ് ഹെർബിസൈഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഹെർബിസൈഡ്സ് ഉണ്ട്, അതെങ്ങനെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ, കാലിബ്രേഷൻ ഓഫ് സ്പ്രേയേഴ്സ്, ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ്. റൈസ്, ബനാന, കോക്കനട്ട്, ഇത്തരത്തിലുള്ള ക്രോപ്സിലെ ഇന്റഗ്രേറ്റഡ് വീഡ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ക്രോപ്പിംഗ് സിസ്റ്റം പാറ്റേൺ ഒക്കെ ആ ഒരു പോർഷനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ പോർഷൻസ് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഹോംസ്റ്റെഡ് ഫാമിംഗ് സിസ്റ്റം, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു ടോപ്പിക് ആണ് ഇറിഗേഷനും ഏതൊക്കെ ടൈപ്സ് ഓഫ് ഇറിഗേഷൻ ഏതൊക്കെയാണ്, അതിൽ കുറച്ച് ടേംസ് ഒക്കെ വരുന്നുണ്ട്. നമ്മുടെ സോയിൽ മോയ്സ്ചർ കോൺസ്റ്റൻസ്, പിന്നെ ഏതാണ് ക്രോപ്പ് കോഎഫിഷ്യന്റ് എന്താണ്, റെഫറൻസ് ക്രോപ്പ് ഇവോപ്പോ ട്രാൻസ്പിറേഷൻ എന്താണ്, അതുപോലത്തെ കുറച്ച് ടേംസ് വരുന്നുണ്ട്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ടേംസ് വരുന്നുണ്ട്. അതെല്ലാം നമ്മൾ ക്ലിയർ ആയിട്ട് കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചു പോകേണ്ട കാര്യങ്ങളാണ്. പിന്നെ മെത്തേഡ്സ് ഓഫ് ഇറിഗേഷൻ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ നോക്കണം. ഇറിഗേഷൻ പറയുമ്പോൾ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഡ്രെയിനേജ്, അതും ഇൻക്ലൂഡഡ് ആണ് നമ്മുടെ ടോപ്പിക്കില്. ഇനി പറയുന്നത്
അഗ്രോ ഇക്കോളജി ഓഫ് കേരള, അഗ്രോ ഇക്കോളജിക്കൽ സോൺസ് എത്ര എണ്ണം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. മൺസൂൺ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ടൈപ്സ് ഓഫ് എന്താണ് ഫാമിംഗ് സിസ്റ്റം, പിന്നെ ഡ്രൗട്ടും വാട്ടർഷെഡ് ടൈപ്പ്, അതെല്ലാം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ അഗ്രോണമിയിൽ നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് റെഫറൻസ് ബുക്സ് ഞാനിവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പിൾസ് ഓഫ് അഗ്രോണമി, ദെൻ പ്രാക്ടിക്കൽ പ്രാക്ടീസസ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ എല്ലാവരും ആ ഒരു ബുക്ക് വാങ്ങി പഠിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ പറയുന്നത് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി. ആദ്യത്തെ മൊഡ്യൂൾ അഗ്രോണമി ആയിരുന്നു. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്നതാണ് സോയിൽ സയൻസ് ആൻഡ് അഗ്രികൾച്ചർ കെമിസ്ട്രി. ഇതിൽ സോയിലിനെ കുറിച്ചിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു പോകണം. ബേസിക് ആയിട്ടുള്ള ബെതറിങ്, പിന്നെ സോയിൽ കൺസിസ്റ്റൻസി, അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. സോയിലിന്റെ കളർ എങ്ങനെയാണ്, ഇന്ത്യയിലെ പ്രധാനമായിട്ടുള്ള സോയിൽസ് ഏതൊക്കെയാണ്, സോയിൽസ് ഓഫ് ഇന്ത്യ, അതിന്റെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ പഠിക്കണം. ദെൻ പിന്നെ ഏതൊക്കെയാണ് പ്രോബ്ലം സോയിൽസ് ഓഫ് കേരള, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. പ്രോബ്ലം സോയിൽസ് ഓഫ് കേരള, അതിന്റെ എന്താണ് കുട്ടനാട് സോയിൽസ്, കരി സോയിൽസ്, അങ്ങനത്തെ കുറച്ച് സോയിൽസ് ഉണ്ടല്ലോ. അപ്പം അതിന്റെ എല്ലാം ഇമ്പോർട്ടൻസ്, അതിന്റെ ഫീച്ചേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും എല്ലാം പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് എന്താണ് ജോഗ്രഫിക്കൽ ഇൻഫോർമാറ്റിക്സ്, അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഓർഗാനിക് സർട്ടിഫിക്കേഷൻ, അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ നാനോ ടെക്നോളജി, അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇൻട്രോഡക്ടറി സോയിൽ സയൻസ് എന്ന് പറയുന്നത് ഇതൊക്കെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബുക്സ് ആണ്. ഇൻട്രോഡക്ടറി സോയിൽ സയൻസ് ബൈ DK ദാസ്, അങ്ങനെയുള്ള ബുക്സ് ഒക്കെ ഉണ്ട് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് karshiga.keраളം.org, അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നെക്സ്റ്റ് സെക്കൻഡ് പാർട്ടിൽ വരുന്നതാണ് ക്രോപ്പ് പ്രൊട്ടക്ഷനിൽ വരുന്നതാണ് ഏതാണ് ഫസ്റ്റ് മൊഡ്യൂള് അഗ്രികൾച്ചർ എന്റമോളജി ഇൻസെക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഗ്രികൾച്ചർ എന്റമോളജി. അപ്പൊ അതില് ഇൻസെക്ട്സിന്റെ എക്കണോമിക് ക്ലാസിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ മോർഫോളജി എന്ന് പറയുമ്പോൾ അതിന്റെ എക്സ്റ്റേണൽ മോർഫോളജി, പിന്നെ അനാറ്റമി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. കുറെ ടേംസ് ഉണ്ട്, കുറെ എന്താണ് വിങ്സിന് പറയുന്ന പേര്, അങ്ങനത്തെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട്. അതൊക്കെ കൺഫ്യൂസ്ഡ് ആവാതെ വളരെ കെയർഫുൾ ആയിട്ട് നമ്മൾ പഠിക്കണം. പിന്നെ മെറ്റമോർഫോസിസ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ പറയുന്നത് ഇൻസെക്ട്സ് പറയുമ്പോൾ മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനം. മാനേജ്മെന്റ് എന്ന് പറയുന്നതിനകത്ത് ഇന്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെന്റ് ആണ്. അതിന്റെ പ്രിൻസിപ്പിൾസും കാര്യങ്ങളും ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്ത് പോകണം. ഇനി നെക്സ്റ്റ് ആണ് ബയോ കൺട്രോൾ, എങ്ങനെ ബയോളജിക്കൽ കൺട്രോൾ എങ്ങനെയാണ് ചെയ്യുന്നത് പെസ്റ്റിന്റെ, പിന്നെ മൈക്രോബിയൽ കൺട്രോൾ എങ്ങനെയാണ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോകേണ്ടതുണ്ട്, പഠിച്ചു പോകേണ്ടതുണ്ട്. ഇനി പറയുന്നത് പെസ്റ്റിസൈഡ്സ് പറയുമ്പോൾ അതിനകത്ത് വരുന്നതാണ് ഇൻസെക്ടിസൈഡ് ആക്ടും റൂൾസും ഒക്കെ ക്ലിയർ ആയിട്ട് നമ്മളൊന്ന് മനസ്സിലാക്കി കൺസെപ്റ്റ് മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ എന്താണ് പെസ്റ്റ് മാനേജ്മെന്റ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഉണ്ട്, ഫെറമോൺസ് ഉണ്ട്, കൈറ്റിൻ സിന്തസിസ് ഇൻഹിബിറ്റേഴ്സ്, അങ്ങനെ കുറച്ച് പെസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് ഉണ്ട്. അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്ത് പോകണം. പിന്നെ ഡിഫറെന്റ് ക്രോപ്സിന്റെ പെസ്റ്റ് മാനേജ്മെന്റും ക്രോപ്പ് വൈസ് ആയിട്ടും നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഓക്കെ, ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് നമ്മുടെ എക്കണോമിക്കലി ഇമ്പോർട്ടന്റ് ഇൻസെക്ട്സ്, അതായത് സിൽക്ക് വർം, ലാക്ക് ഇൻസെക്ട്, പോളിനേറ്റേഴ്സ്, പ്രിഡേറ്റേഴ്സ്, പാരസൈറ്റ്സ്, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സിനെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതുണ്ട്. ഇനി പറയുന്ന മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 പ്ലാന്റ് പ്രൊട്ടക്ഷനിൽ വരുന്നതാണ് പ്ലാന്റ് പെത്തോളജി എന്ന് പറയുമ്പോൾ എന്താണ് ഡിസീസസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് പഠിക്കേണ്ടത്. അതിൽ പറയുന്നത് പ്ലാന്റ് പെത്തോജനിക് ഓർഗാനിസംസ് ആയിട്ടുള്ള ഫംഗൈ, ബാക്ടീരിയ, പിന്നെ ഫാസ്റ്റിഡിയസ് വാസ്കുലർ ബാക്ടീരിയ, വൈറസ്, വൈറോയിഡ്, ഫൈറ്റോപ്ലാസ്മ, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് ഓർഗാനിസംസിനെ കുറിച്ചാണ് നമ്മൾ പ്ലാന്റ് പെത്തോളജിയിൽ പഠിക്കേണ്ടത്. അപ്പൊ അതില് അബയോട്ടിക് അല്ലെങ്കിൽ ബയോട്ടിക് കോസസ് കൊണ്ടുണ്ടാകുന്ന ഡിസീസസിനെ കുറിച്ച് പഠിക്കുക. ഡിസീസസിനെ കുറിച്ച് പഠിക്കുമ്പോൾ മെയിൻ ആയിട്ടും അതിന്റെ മാനേജ്മെന്റിനെ കുറിച്ചായിരിക്കും നമ്മൾ കൂടുതലും പഠിക്കേണ്ടത്. അപ്പൊ അത് ഏതൊക്കെ ഡിസീസാണ്, ഏതൊക്കെ കോസൽ ഓർഗാനിസംസ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിന്റെ സിംറ്റംസ്, ഡിസീസിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, ഏത് സ്റ്റേജിൽ മാനേജ്മെന്റ് തുടങ്ങണം, ഏതൊക്കെയാണ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ്, ഇന്റഗ്രേറ്റഡ് ഡിസീസ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, പിന്നെ ഡിഫറെന്റ് ക്രോപ്സിന്റെ ഡിസീസ്, മെയിൻ ഡിസീസസ് ഏതൊക്കെയാണ്, അതിന്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, മാനേജ്മെന്റ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചു പോകേണ്ടത്.
ഓക്കെ, അപ്പൊ അതിന് പ്രധാനമായിട്ട് വേണ്ട കുറച്ച് എന്താണ് പത്തോളജിയിലും എന്റമോളജിയിലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുക്സ് ആണ് ഈ കൊടുത്തേക്കുന്നത്. പ്ലാന്റ് പത്തോളജി, എറ്റ് എ ഗ്ലാൻസ്, അതുപോലെ തന്നെ അപ്ലൈഡ് എന്റമോളജി, ഇൻസെക്ട എന്ന് പറയുന്ന ബുക്സ് ഒക്കെ നമുക്ക് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി പറയുന്നതാണ് നമ്മുടെ ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. ക്രോപ്പ് പ്രൊഡക്ഷൻ കഴിഞ്ഞു ഫസ്റ്റ് പാർട്ട്. സെക്കൻഡ് പാർട്ട് ക്രോപ്പ് പ്രൊട്ടക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് പാർട്ട് ക്രോപ്പ് ഇംപ്രൂവ്മെന്റ്. ക്രോപ്പ് ഇംപ്രൂവ്മെന്റിൽ വരുന്നതാണ് എന്താണ് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ്. വളരെ കൺസെപ്റ്റ് മനസ്സിലാക്കി നമ്മൾ ക്ലിയർ ചെയ്ത് പോകേണ്ട ഒരു എന്താണ് മൊഡ്യൂളാണ് പ്ലാന്റ് ബ്രീഡിംഗ് ആൻഡ് ജെനറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അതില് മെന്റലിയൻ പ്രിൻസിപ്പിൾസ് നോക്കേണ്ടതുണ്ട്, സെൽ ഡിവിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ടേംസ് വരുന്നുണ്ട്. എന്താണ് നമ്മുടെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് ട്രേറ്റ്സ്, പോളിജീൻസ് എന്താണ്, പിന്നെ ഡൊമസ്റ്റിക്കേഷൻ എന്താണ്, അക്ലമറ്റൈസേഷൻ എന്താണ്, പിന്നെ ബ്രീഡിംഗ് മെത്തേഡ്സ് അതാണ് അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അതിന് മുന്നേ തന്നെ ഹെറ്ററോസിസ്, ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്താണ് 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 ഇന്റർ ലൈൻസും ഹൈബ്രിഡ്സ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് പ്ലാന്റ് ബ്രീഡിംഗില് ബ്രീഡിംഗ് ഒബ്ജക്റ്റീവ്സ്. ഏതൊക്കെയാണ് ബ്രീഡിംഗ് ഒബ്ജക്റ്റീവ്സ്? ഓരോ ക്രോപ്പും നമ്മൾ ബ്രീഡിംഗ് ചെയ്യുന്നതിന് ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതായത് അതിന്റെ എന്ത് കാര്യമാണ് അതിൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഇപ്പൊ ടൊമാറ്റോ എടുക്കുകയാണെങ്കിൽ അതിന്റെ എന്ത് ക്യാരക്ടറാണ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ബ്രീഡിംഗ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ഇമ്പോർട്ടന്റ് ക്രോപ്സിന്റെയും ബ്രീഡിംഗ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഒബ്ജക്റ്റീവ്സ് അറിയുന്നതോടൊപ്പം ഇമ്പോർട്ടന്റ് ആണ് അത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ബ്രീഡിംഗ് ചെയ്യാം, പ്ലാന്റ് ബ്രീഡിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ള, അതായത് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ്. ഇതൊക്കെ കൺസെപ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ കൺസെപ്റ്റ് വളരെയധികം മനസ്സിലാക്കി നമ്മൾ പഠിക്കേണ്ട ഒരു പോർഷൻ ആണ് പ്ലാന്റ് ബ്രീഡിംഗ് ഒബ്ജക്റ്റീവ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, ബ്രീഡിംഗ് മെത്തേഡ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇനി ഹൈബ്രിഡ് സീഡ് പ്രൊഡക്ഷൻ ടെക്നോളജി പല ക്രോപ്സിന്റെയും അതൊക്കെ നമ്മൾ നോക്കണം. പിന്നെ ജേം പ്ലാസം, അതിന്റെ കൺസർവേഷൻ എങ്ങനെയൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതുപോലെ എന്താണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്, അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മുടെ PSC എക്സാംസിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, IPR എന്ന് പറയുന്നത്. പിന്നെ പേറ്റന്റ് ആക്ട്, അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയുടെ അങ്ങനത്തെ കുറച്ച് സിസ്റ്റംസ് ഉണ്ട്. അതെല്ലാം മനസ്സിലാക്കി പഠിച്ചിരിക്കേണ്ടതാണ്. ഇനി നെക്സ്റ്റ് മൊഡ്യൂൾ പറയുന്നതാണ് സീഡ് ആൻഡ് സീഡ് ടെക്നോളജി. അപ്പം നമ്മൾ ഏതൊരു ക്രോപ്പ് നടുമ്പോഴും അതിന്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ്, പ്രൊപ്പഗേഷൻ മെറ്റീരിയൽ ആയിട്ട് പ്രധാനമായിട്ട് ഓൾമോസ്റ്റ് മിക്ക ക്രോപ്സിനും സീഡാണ്. അപ്പൊ അതിന്റെ സീഡ് ആൻഡ് സീഡ് ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു മൊഡ്യൂളും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ വരുന്നതാണ് എന്താണ് നമ്മുടെ സീഡ് സർട്ടിഫിക്കേഷൻ, ഫീൽഡ് ഇൻസ്പെക്ഷൻ എന്താണ്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ആൻഡ് സർട്ടിഫൈഡ് സീഡ് പ്രൊഡക്ഷൻ ഓഫ് ഇമ്പോർട്ടന്റ് സീരിയൽസ്, അതുപോലെ തന്നെ പൾസസ്, ഓയിൽ സീഡ്സ്, ഫോഡേഴ്സ്, വെജിറ്റബിൾസ്, ഇങ്ങനെയുള്ള ക്രോപ്സിന്റെ ഒക്കെ സീഡ് പ്രൊഡക്ഷനും സർട്ടിഫിക്കേഷൻ മെത്തേഡ്സും അതിന്റെ നമ്മുടെ സീഡ് സർട്ടിഫിക്കേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ സീഡ് ആക്ട് എൻഫോഴ്സ്മെന്റ്, കുറച്ച് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസീസ് ഉണ്ട്, സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് സീഡ് സർട്ടിഫിക്കേഷൻ ഏജൻസി. അതിനെ കുറിച്ചൊക്കെ സീഡ് ആക്ട് ഒക്കെ എന്നാണ് നിലവിൽ വന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇയേഴ്സ് ഒക്കെ നമ്മൾ എഴുതി ക്ലിയർ ആയി പഠിച്ചു വെക്കേണ്ട കാര്യങ്ങളാണ്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള പാർട്ടാണ്. ഓക്കെ, ഇപ്പൊ ബ്രീഡിംഗിൽ പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് റെഫർ ചെയ്യേണ്ട കുറച്ച് ബുക്സ് ആണ് ഫണ്ടമെന്റൽസ് ഓഫ് ജെനറ്റിക്സ്, പ്ലാന്റ് ബ്രീഡിംഗ്. സീഡിൽ വരുമ്പോൾ സീഡ് ടെക്നോളജി, ഈ ബുക്സ് ഒക്കെ നമ്മൾ ബ്രീഡിങ്ങിനും സീഡ് ടെക്നോളജിക്കും ഒക്കെ റെഫർ ചെയ്യാൻ പറ്റുന്ന ബുക്സ് ആണ്. ഇനി നെക്സ്റ്റ് പാർട്ട് വരുന്നതാണ് തേർഡ് പാർട്ടിൽ വരുന്ന മൊഡ്യൂൾ 7 ആണ് ഹോർട്ടിക്കൾച്ചർ. ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. നമ്മുടെ ഈ അഗ്രികൾച്ചർ ഓഫീസറുടെ ഈ ഒരു സിലബസ് എന്ന് പറയുന്നത് തന്നെ വളരെ വാസ്റ്റ് ആയിട്ടുള്ള, നമ്മൾ ഈ സിലബസ് ഒന്ന് പ്രിന്റ് ഔട്ട് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ഓഫ് സ്റ്റഡി ആണ്. അതായത് പല സെക്ഷൻസ് ഉണ്ട് അല്ലെ. അതായത് വളരെ ഡീപ്പായിട്ട് നമ്മൾ സ്മാർട്ടായിട്ട് പഠിച്ചു പോകേണ്ട ഒരു ആവശ്യകത നമ്മൾക്ക് ഈ ഒരു സിലബസ് നോക്കുമ്പോൾ മനസ്സിലാകും. കാരണം വളരെ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇതിൽ എവിടെ നിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം.
ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന പോർഷനിൽ വരുമ്പോൾ ഹോർട്ടിക്കൾച്ചറിൽ നമ്മുടെ ഏരിയ, അതായത് പല ക്രോപ്സിന്റെയും കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരമുള്ള ഏരിയ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി ഇന്ത്യയുടെയും കേരളത്തിന്റെയും, അത് അഗ്രികൾച്ചർ മീൻസ് അഗ്രോണമിയിലും ഉണ്ട് കേട്ടോ. അഗ്രോണമി റിലേറ്റഡ് ക്രോപ്സിൻ്റെതും നമ്മൾ ഇതുപോലെ ഏരിയ പ്രൊഡക്ഷൻ, ഇമ്പോർട്ടന്റ് ക്രോപ്സിന്റെ ഒക്കെ ഏരിയ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി ഒക്കെ ജസ്റ്റ് ഒന്ന് നമ്മൾ മൈൻഡിൽ വെച്ചേക്കുക എത്രയൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി പല ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുമ്പോൾ അതിൽ പല ബ്രാഞ്ചസ് വരുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, പോമോളജി, എന്താണ് വെജിറ്റബിൾ സയൻസ്, പ്ലാന്റേഷൻ, എന്താണ് അങ്ങനെ എന്താണ് നമ്മുടെ പ്ലാന്റേഷൻ വരുന്നുണ്ട്, പോമോളജി വരുന്നുണ്ട്, വെജിറ്റബിൾ സയൻസ് വരുന്നുണ്ട്. അങ്ങനത്തെ കുറച്ച് ഗ്രൂപ്പ്സ് വരുന്ന എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മുടെ ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്ന മൊത്തത്തിൽ പറയുന്നത്. അപ്പൊ അതിനകത്ത് വരുന്ന കൊമേഴ്ഷ്യൽ ഓർച്ചാർഡ്, ഗാർഡൻസ്, അതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അതിനകത്ത് തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് ഇൻ ഹോർട്ടിക്കൾച്ചർ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ മൈക്രോ പ്രൊപ്പഗേഷൻ ഓഫ് ഹോർട്ടിക്കൾച്ചർ പ്ലാന്റ്സ്, പിന്നെ അതിന്റെ ക്രോപ്സിന്റെ ക്ലാസിഫിക്കേഷൻ, പിന്നെ അതിന്റെ ബോട്ടണീസ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് വെറൈറ്റീസ് പഠിക്കുക എന്നുള്ളത്. അത് അഗ്രോണമി റിലേറ്റഡ് ക്രോപ്സിന്റെ ആയാലും ശരി, ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ക്രോപ്സിന്റെ ആയാലും ശരി, നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടും കുറച്ച് വെറൈറ്റീസ് എന്താണ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്രോപ്സ്, ആ ഒരു വെറൈറ്റീസ് എല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോവുക എപ്പോഴും. ഓക്കെ, നമുക്ക് POP ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അത് നമുക്ക് സൈറ്റിൽ നിന്ന് കെയോന്റെ സൈറ്റിലൊക്കെ അവൈലബിൾ ആണ്, ലേറ്റസ്റ്റ് റിലീസ് ആയിട്ടുള്ള കുറച്ച് വെറൈറ്റീസ് ഒക്കെ. അപ്പൊ അതെല്ലാം നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് പോകേണ്ടത് ആവശ്യമാണ്. പിന്നെ എന്താണ് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റ് ഇസ് അനദർ ഇമ്പോർട്ടന്റ് പോസ്റ്റ് ടോപ്പിക്. അത് പോസ്റ്റ് ഹാർവസ്റ്റ് മാനേജ്മെന്റും മറ്റൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് ഹോർട്ടിക്കൾച്ചർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ പറയുമ്പോൾ. ഇനി നെക്സ്റ്റ് പറയുന്നതാണ് മൊഡ്യൂൾ 8 പറയുന്നതാണ് ഒളറിക്കൾച്ചർ. ഒളറിക്കൾച്ചർ അതായത് വെജിറ്റബിൾ സയൻസ്. വെജിറ്റബിൾ സയൻസിൽ നമ്മൾ ഓരോ വെജിറ്റബിൾ ക്രോപ്പിന്റെ ഇന്ത്യയിൽ അല്ലെങ്കിൽ വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു കേരളത്തിൽ പ്രധാനമായിട്ടുള്ള എല്ലാ വെജിറ്റബിൾ ക്രോപ്സിന്റെയും അതിന്റെ ഇമ്പോർട്ടൻസ്, അതിന്റെ സ്കോപ്പ്, പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ ടെക്നോളജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് സീഡ് ഇടുന്നത് തൊട്ട് കൾട്ടിവേഷൻ, ഈൽഡ് എടുക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും, അതിന്റെ എന്താണ് സ്പേസിംഗ് ആയിക്കോട്ടെ, ഫെർട്ടിലൈസർ റെക്കമെൻഡേഷൻ ആയിക്കോട്ടെ, ഇറിഗേഷൻ ഷെഡ്യൂളിംഗ് ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി വെജിറ്റബിൾ ഫാമിങ്ങിന്റെ പല ടൈപ്സ് ഉണ്ടാകാം. അത് ഏതൊക്കെ സിസ്റ്റത്തിലാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്, പിന്നെ അതിന്റെ പ്രൊഡക്ഷൻ എന്തൊക്കെ അഫക്ട് ചെയ്യും, അതായത് പെസ്റ്റ് ആൻഡ് ഡിസീസ് ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ളത്, അതിന്റെ മാനേജ്മെന്റ് എങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പോർഷനിലായിട്ട് കവർ ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അപ്പം ഇതിന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പറയുന്ന ബുക്സ് ആണ് ഇൻട്രൊഡക്ഷൻ ടു ഹോർട്ടിക്കൾച്ചർ, ദെൻ പ്ലാന്റ് പ്രൊപ്പഗേഷൻ പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസസ്. ഇതൊക്കെ നമുക്ക് ഇതിന് ഹോർട്ടിക്കൾച്ചറിൽ നിന്ന് റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബുക്സ് ആണ്. ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ഒരു പോർഷൻ ആണ് അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ്. അഗ്രികൾച്ചറൽ ഇക്കണോമിക്സും ഉണ്ട്, അഗ്രികൾച്ചർ എക്സ്റ്റൻഷനും ഉണ്ട്. അഗ്രികൾച്ചർ എക്കണോമിക്സ് എന്ന് പറയുന്നത് തികച്ചും നമ്മൾ ബേസിക് ആയിട്ടുള്ള, മീൻസ് ആ കൺസെപ്റ്റ് മനസ്സിലാക്കി തന്നെ പഠിച്ചു പോകേണ്ട ഒരു പോർഷൻ ആണ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ്. അതിനകത്തും കുറെ നമുക്ക് ഒത്തിരി ടേംസും കാര്യങ്ങളും ഉണ്ടാകാം, ഒത്തിരി ഗ്രാഫ് ചാർട്ട് അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഒരുപാട് ടേംസ് വരുന്ന ഒരു പോർഷൻ ആണ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വളരെയധികം കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലിയർ ആക്കി പഠിച്ചു പോകേണ്ട ഒരു പോർഷൻ ആണ് അഗ്രികൾച്ചർ ഇക്കണോമിക്സ്. അതിന്റെ ബേസിക് കൺസെപ്റ്റ്സ്, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ്, ഡിസയർ എന്താണ്, വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിമാൻഡ് എന്താണ്, യൂട്ടിലിറ്റി എന്താണ്. അതുപോലെ തന്നെ ഇതിൽ കുറെ തിയറീസ് വരുന്നുണ്ട്, അതായത് യൂട്ടിലിറ്റി തിയറി, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി, ഇക്യു മാർജിനൽ യൂട്ടിലിറ്റി, അതിന്റെ പ്രിൻസിപ്പിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ PSC ക്വസ്റ്റ്യൻസ് വരാൻ വളരെയധികം ചാൻസ് ഉള്ള ഒരു പോർഷൻ ആണ് ഈ തിയറീസ് എന്ന് പറയുന്നത് ഇക്കണോമിക്സിൽ. അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് മാർക്കറ്റിംഗ് സ്ട്രക്ചർ, മാർക്കറ്റ് മിക്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട ഒരു പോർഷൻ ആണ് അഗ്രികൾച്ചറൽ ഇക്കണോമിക്സ്. ഇനി അതുപോലെ തന്നെയാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷനും ഇതുപോലെ തന്നെ കുറെ ടേംസും കുറെ എന്താണ് നമ്മുടെ പ്രോജക്ട്സ് എന്താണ് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലുള്ള കുറച്ച് പ്രോജക്ട്സും കാര്യങ്ങളും, എന്തൊക്കെയാണ് ന്യൂ ട്രെൻഡ്സ് ഇൻ അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ, റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ഏതൊക്കെയാണ്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്തിട്ടുള്ള റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് എന്തൊക്കെയാണ്, ലീഡർഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, എക്സ്റ്റൻഷൻ അഡ്മിനിസ്ട്രേഷൻ, എക്സ്റ്റൻഷൻ ടീച്ചിങ് മെത്തേഡ്, സോഷ്യോളജി ആൻഡ് റൂറൽ സോഷ്യോളജി, ഇതെല്ലാം നമ്മൾ PSC പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഈ എന്താണ് അബ്രിവേറ്റഡ് ടേംസിന്റെ എല്ലാം എക്സ്പാൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, അതും ചോദിക്കാൻ ചാൻസ് ഉള്ള കാര്യങ്ങളാണ്.
എക്സ്റ്റൻഷൻ എന്ന് പറയുന്ന പോർഷനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എയുടെ എക്സാമിന് അല്ലെങ്കിൽ ഏതൊരു അഗ്രിഗേറ്റഡ് എക്സാമിനായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പോർഷനാണ് അഗ്രികൾച്ചർ എക്സ്റ്റൻഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എക്കണോമിക്സിനും എക്സ്റ്റൻഷനും റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് 2 ബുക്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അഗ്രികൾച്ചർ എക്കണോമിക്സ് എക്സ്റ്റൻഷൻ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു ബുക്കും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ കറണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ് അറിഞ്ഞിരിക്കുക. നമ്മുടെ കേരളത്തിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്രോപ്സിന്റെയും ഏരിയ പ്രൊഡക്ഷൻ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതാണ് അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ കേരളത്തിന്റെ കറണ്ട് അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് ലഭിക്കുന്നതാണ്. അപ്പൊ അത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സും നമ്മൾ ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്കത് ലഭിക്കുന്നതാണ്. അതും നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെച്ചേക്കാം. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ എക്സ്പെക്ടഡ് സിലബസ് ആയിട്ട് പറയുന്നത്. ഈ ഒരു സിലബസ് കാണുമ്പോൾ ഞാനിപ്പോ ഇത്രയും നേരം വായിച്ചത് നമുക്ക് മനസ്സിലായി വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അപ്പൊ ഇതിന്റെ താഴെ തന്നെ ഒരു നോട്ടായിട്ട് PSC കൊടുത്തിട്ടുള്ളതാണ്. ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക്സ് ഡീറ്റെയിൽഡ് അബോവ്. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് അല്ലാതെയും പുറത്തുനിന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഈ പോസ്റ്റിൽ അനുയോജ്യമായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് പുറത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. There is no undertaking that all the topics above may be covered in the question paper. ഇതെല്ലാം കവർ ചെയ്യണമെന്നും ഇല്ല എന്നുള്ളൊരു നോട്ടായിട്ട് PSC കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഒരു എന്താണ് പല ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകാം. ബേസിക് ക്വസ്റ്റ്യൻസ്, ഈസി ലെവൽ, മീഡിയം ലെവൽ, ടഫ് ലെവൽ. ഇതില് മീഡിയം ലെവൽ ആൻഡ് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ എത്രത്തോളം കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ റാങ്കിനെ റാങ്ക് തീരുമാനിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അതായിരിക്കും. ഈസി ക്വസ്റ്റ്യൻസ് ഓൾമോസ്റ്റ് എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ മീഡിയം ആൻഡ് ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് എത്രത്തോളം നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു, എത്രത്തോളം കറക്റ്റ് ആക്കുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ റാങ്ക് ഇരിക്കുന്നത്. അപ്പം അത്രയും നമ്മൾ ടഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ നല്ല രീതിയിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ച ഒരാൾക്ക് അത് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പൊ ആ ഒരു വിശ്വാസം മനസ്സിൽ വെച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ഇപ്പൊ നമ്മളൊരു ഡിസംബർ ലാസ്റ്റോട് കൂടി നമ്മൾ ഈ എക്സാം വെക്കും എന്നുണ്ട്, മീൻസ് ഒരു നോട്ടിഫിക്കേഷൻ വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എക്സാം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോഴത്തെ ഒരു PSCയുടെ സ്ട്രാറ്റജി വെച്ചിട്ട് നമുക്കൊരു 4-5 മാസം കഴിയുമ്പോഴത്തേക്കും ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ അതിന് മുന്നേ അപ്പൊ നമുക്ക് എക്സാം പ്രതീക്ഷിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് PSCക്ക് ഒരു ലിസ്റ്റ് ഇടണം, അത് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ നടത്തണം. അത് കഴിഞ്ഞിട്ട് 2026 ഫെബ്രുവരിയിൽ ഈ എക്സിസ്റ്റിംഗ് ലിസ്റ്റ് പൂർത്തിയാവുന്നതിന് മുന്നേ തന്നെ, അതിന്റെ കാലാവധി കഴിയുന്നതിന് മുന്നേ തന്നെ പുതിയ ലിസ്റ്റ് PSCക്ക് പുറപ്പെടുവിക്കേണ്ടതാണ്, ലിസ്റ്റ് റെഡിയാക്കി വെക്കേണ്ടതാണ്. അപ്പൊ അതിനുള്ളിൽ തന്നെ എക്സാം ഉണ്ടാകും എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബറോട് കൂടി അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ ഇപ്പോഴേ നമ്മൾ കൺസെപ്റ്റ് മനസ്സിലാക്കി ക്ലിയർ ആക്കി പഠിച്ചു പോകേണ്ടതിന്റെ ആവശ്യകതയാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇനി ഇത്രയും നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ഒരു ഫൈനൽ റിവിഷൻ നമുക്ക് എപ്പോഴും ഒരു ക്യാപ്സ്യൂൾ ടൈപ്പിൽ നമുക്ക് ഈ ഡേറ്റ എല്ലാം, ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം കിട്ടുന്ന തരത്തിലുള്ള ബുക്സ് ആയിരിക്കും നമ്മൾ ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അതിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 3 ബുക്സ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൺസേവ് കൾച്ചർ, പിന്നെ അതുപോലെ തന്നെ നെയിംഡാഡ് സുന്ദയുടെ കോമ്പറ്റേറ്റീവ് ബുക്ക് ഓഫ് അഗ്രികൾച്ചർ, വളരെ ക്യാപ്സ്യൂൾ ആയിട്ട് കോംപ്രിഹെൻസീവ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുള്ള ഒരു ബുക്കാണ് ഈ കോമ്പറ്റേറ്റീവ് ബുക്ക് ഓഫ് അഗ്രികൾച്ചർ ബൈ നെയിംഡാഡ് സുന്ദ. അതുപോലെ തന്നെ ജനറൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന മുനിരാജ് സിംഗ് റാത്തോർ, ആ ബുക്കും വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ഫൈനൽ റിവിഷന് വേണ്ടിയിട്ട്. ഇനി ഈ ഫൈനൽ റിവിഷന് വേണ്ടി നമ്മൾ ബുക്സ് എല്ലാം റെഫർ ചെയ്യുന്നതിനൊപ്പം തന്നെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ റെഫർ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് PSCയുടെ ആ ഒരു എക്സാം നടത്തുന്ന ആ ക്വസ്റ്റ്യൻസിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിന് നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മുടെ അഗ്രി റിലേറ്റഡ് എക്സാംസ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസർ, സോയിൽ കൺസർവേഷൻ ഓഫീസർ, സോയിൽ സർവേ ഓഫീസർ, അതുപോലെ തന്നെ അഗ്രികൾച്ചർ അസിസ്റ്റന്റ്, KS കാർഡ്, ഫാം അസിസ്റ്റന്റ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ, ഫാം അസിസ്റ്റന്റ്, ഫുഡ് സേഫ്റ്റി ഓഫീസർ എക്സാംസ് ഒക്കെ വരുവാണ്. അപ്പൊ അതിന്റെയൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ട് റെഫർ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ടെക് PSCയിൽ വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള, അതായത് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു ടീം ഓഫ് എക്സ്പേർട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഇവരുടെയൊക്കെ നന്നായിട്ട് നമുക്ക് നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്, അതായത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കോഴ്സസ് പഠിപ്പിച്ചു തരാനായിട്ട് നമ്മുടെ ഫാക്കൽറ്റി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമുക്കൊരു
ടോപ്പേഴ്സ് സ്ട്രാറ്റജി നമുക്ക് നോക്കാം. അതായത് ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ മൈൻഡ് സെറ്റിൽ വെക്കണം. അപ്പം ആദ്യമായിട്ട് നമ്മൾ പറയുന്നത് ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റ് നമ്മൾ കൊണ്ടുവരിക. അപ്പൊ നമ്മൾ ഒരു ടോപ്പേഴ്സ് മൈൻഡ് സെറ്റിൽ ചിന്തിക്കുക, നമ്മൾ എക്സാം ക്രാക്ക് ചെയ്യും എന്തായാലും, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കുക. ഒരു കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിൽ, അതായത് ഒരു എക്സാം എഴുതുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. അതുപോലെ തന്നെ ഒരു മെന്റർ എന്നുള്ള രീതിയിലും ചിന്തിക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഓരോ കാര്യങ്ങൾ, ഓരോ എന്താണ് ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്ററുടെ മൈൻഡിൽ കൂടെ ചിന്തിക്കുക. അതായത് ഈ ഒരു കാര്യം വായിക്കുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റർ ആണെങ്കിൽ അതിൽ നിന്ന് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം, ആ ഒരു രീതിയിലും നമ്മൾ ചിന്തിക്കാം. ഇനി ഇതെല്ലാം വെച്ചിട്ട് നമുക്കൊരു ആക്ഷൻ പ്ലാൻ, ഒരു 3 ഫേസ് ആയിട്ട് നമ്മൾ ഈ ഒരു പഠന സമയത്തിനെ നമുക്ക് തിരിക്കാൻ ശ്രമിക്കാം. ഫസ്റ്റ് ഫേസ് എന്ന് പറയുന്ന ഒരു പ്ലാനിങ് ഫേസ്. അതായത് നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, അഗ്രികൾച്ചർ ഓഫീസറുടെ ആ ഒരു സിലബസ് അതിലൂടെ നന്നായിട്ടൊന്ന് കവർ ചെയ്യാം. ആ ഒരു സിലബസ് നന്നായിട്ട് നോക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് നോക്കി ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക, എന്നിട്ട് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഒന്ന് ഡിസൈഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. നമ്മുടെ ലെവൽ ഓഫ് നോളജ് എവിടെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ആ ഒരു രീതി അതൊരു ബേസ് ആക്കി വെച്ചുകൊണ്ട് നമ്മൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളത് തീരുമാനിക്കുക. ഓക്കെ, ഇനി അപ്പൊ സിലബസ് നമുക്ക് മനസ്സിലായി. സിലബസ് മനസ്സിലായി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നമുക്കൊരു സോഴ്സ് വേണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രൈമറി സോഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതായത് എന്തൊക്കെ നമ്മൾ റെഫർ ചെയ്യുന്നുണ്ട് പഠിക്കാനായിട്ട്, ഏതൊക്കെ കോഴ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, അപ്പൊ ഇന്ന കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ, ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ക്ലിയർ ചെയ്ത് വെക്കാം. അതിനുശേഷം ഒരു എഫക്റ്റീവ് സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യുക. ഒരു ഷെഡ്യൂൾഡ് ടൈം വെക്കുക. ടോപ്പിക് വൈസ് ആയിട്ട് നമുക്ക് ഓരോന്നും ടോപ്പിക് വൈസ് ആയിട്ട് ഷെഡ്യൂൾഡ് ടൈമിൽ കംപ്ലീറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുക. ഇനി ആക്ഷൻ, സെക്കൻഡ് ഫേസ് പറയുന്നത് ആക്ഷൻ ആൻഡ് കണ്ടിന്യൂസ് ഇംപ്രൂവ്മെന്റ്. ഇനി നമ്മളൊരു ആക്ഷൻ പ്ലാൻ ആണ്. അതായത് ഇന്റൻസീവ് പ്രിപ്പറേഷൻ ടു അറ്റൈൻ കൺസെപ്റ്റ് ക്ലാരിറ്റി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ഓരോ ടോപ്പിക്കിന്റെയും അത് മനസ്സിലാക്കേണ്ട ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. അതിനുശേഷം ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്കൊരു സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. സ്മാർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുകയും വേണം. നമ്മൾ മൈൻഡ് മാപ്പിംഗ് ചെയ്യുക. മൈൻഡ് മാപ്പിംഗ് എന്ന് പറയാൻ നമ്മൾ കുറച്ച് കോഡൊക്കെ ക്രിയേറ്റ് മീൻസ് മനസ്സിൽ വെക്കുക. ഇന്നതിന്റെ പഠിക്കുമ്പോൾ നമുക്ക് ഇന്ന കോഡ് വെച്ചിട്ട് നമ്മൾ പഠിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടപ്പോൾ മാത്രം അതെല്ലാം യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച് പ്രിപ്പയർ ചെയ്യാം. ഇനി പ്രിപ്പറേഷൻ സെറ്റ്, ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി മനസ്സിലാക്കി ടോപ്പിക് വൈസ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ എക്സാമിന്റെ തലേന്നൊന്ന് മനസ്സിലാക്കാൻ, അതൊന്ന് ക്ലിയർ ചെയ്ത് ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്മാർട്ട് നോട്ടും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ടതാണ് നമ്മൾ റിവിഷൻ. എക്സാമിന് മുന്നേറ്റ് എല്ലാം റിവൈസ് ചെയ്തതിന് ശേഷം നമ്മളൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യുക. ഒരു 10-20 ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്ത് വെച്ചിട്ട് അതെല്ലാം പ്രാക്ടീസ് ചെയ്ത് ഇന്ന എക്സാംസ് ഓരോ ദിവസം വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രാക്ടീസ് ചെയ്യുക. ഇനി തേർഡ് ഫേസ് പറയുന്നതാണ് ഒരു ഫിനിഷിംഗ് ഫേസ്. അതായത് ഫൈനൽ സിലബസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് PSC ഫൈനൽ സിലബസ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ അതൊന്ന് ഓടിച്ച് നോക്കുക. നോക്കി കഴിയുമ്പോൾ നമ്മൾ അതിൽ പ്രിപ്പയർ ചെയ്യാത്ത പോർഷൻസ് ഉണ്ടാകും. അതായത് അഡീഷണൽ ടോപ്പിക്സ്. ഈ അഡീഷണൽ ടോപ്പിക്സ് നമ്മൾ ഏറ്റവും വളരെ അത്യാവശ്യമായിട്ട് നമ്മൾ ആ അഡീഷണൽ ടോപ്പിക്സ് എല്ലാം ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് മാക്സിമം MCQs എല്ലാം എത്രയും പെട്ടെന്ന്, അതായത് എക്സാംസിന് ഞാൻ പറയുന്ന ഒരു 50 ദിവസം മുന്നേ തന്നെ ഒരു മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയാം. ഓക്കെ, ഇനി ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് ഉണ്ടാകാം. അതുപോലെ തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്, ഇതെല്ലാം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഒരു നമ്മുടെ PSC തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യും. അങ്ങനെയുള്ള എക്സാംസ് എല്ലാം നമ്മൾ ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യുക. ഇതെല്ലാം മാക്സിമം ഒരു 20 ഡേയ്സ് കൊണ്ട് ഇതെല്ലാം കവർ ചെയ്യാം. ഇനി ഓവറോൾ ഇതെല്ലാം ചെയ്തതിനു ശേഷം ഡു ഓവറോൾ റിവ്യൂ ഓഫ് സബ്ജക്ട്സ് ആൻഡ് ഐഡന്റിഫൈ ദ മിസ്സിംഗ് ഏരിയാസ്. എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഇനി എന്തെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് കൂടെ നമ്മളൊന്ന് അനലൈസ് ചെയ്തതിനു ശേഷം അതും കൂടെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പൊ ഈ ഒരു ആക്ഷൻ പ്ലാൻ നമ്മൾ ഫോളോ ചെയ്യുവാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അഗ്രികൾച്ചർ ഓഫീസറുടെ ആ ഒരു എക്സാം നമുക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി
നമുക്ക് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അഗ്രികൾച്ചർ ഓഫീസറുടെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ടെക് PSC പ്രൊവൈഡ് ചെയ്യുന്നത്. ഒരു 250 hours ഓഫ് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു ഫുൾ സിലബസ് ക്യാപ്സ്യൂൾ നോട്ട്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഫുൾ സിലബസ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് തരുന്നുണ്ട്. അതുപോലെ തന്നെ 5,000 ടോപ്പിക് വൈസ് MCQs, അതിനോടൊപ്പം തന്നെ എക്സ്പ്ലനേഷനോട് കൂടി തന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനും ഒക്കെ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിരിക്കും എപ്പോഴും. അതുപോലെ തന്നെ ഒരു 20ഓളം മോഡൽ എക്സാംസ് തരുന്നുണ്ട്. അതിന്റെ ഫീഡ്ബാക്കും മെന്റർഷിപ്പും ഓൾസോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടെക് PSC നിന്ന്. ഓക്കെ, അപ്പം ഇതെല്ലാം ഫോളോ ചെയ്ത് നമ്മൾ ക്ലിയർ ആയിട്ട് പഠിക്കുവാണെങ്കിൽ നമുക്ക് ഈ അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ള എല്ലാ BSc അഗ്രികൾച്ചർ ഹോർട്ടിക്കൾച്ചറുകാരുടെയും ഡ്രീം ജോബ് ആയിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസർ പോസ്റ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അതിന് നിങ്ങളുടെ സ്വപ്ന തുല്യമായ ജോബായിട്ടുള്ള അഗ്രികൾച്ചർ ഓഫീസർ എന്നുള്ള ജോബ് ഓപ്പൺ ആവട്ടെ. എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്ത് എക്സാം എഴുതാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം.